ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അസൈൻമെന്റ് തയ്യാറാക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്രണ്ട് പേജ് സെക്കൻഡ് പേജ് തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എവിടുന്നാണ് ഈ ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ പൂർണ്ണമായിട്ടും കാണണം. അവസാന ഭാഗത്ത് എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പേജ് എവിടുന്ന് കിട്ടുന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതാണ് ഫ്രണ്ട് പേജിൽ വെക്കേണ്ടത്. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു ഫ്രണ്ട് പേജ് ഉണ്ടായിരിക്കുക. ഇത് A4 സൈസിൽ നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കണം. സെറ്റ് 1-നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം 1 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ സെറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷൻ ഫോം 1 എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അഥവാ സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവായി എഴുതുന്ന അസൈൻമെന്റിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് റോയിൽ നിങ്ങൾ എഴുതേണ്ടത് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്. അസൈൻമെന്റ് എഴുതുന്ന വിദ്യാർത്ഥിയുടെ പേരാണ് എഴുതേണ്ടത്. അഥവാ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള എങ്ങനെയാണോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ള ID കാർഡ്, ആ ID കാർഡിലുള്ള കറക്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മുഴുവനായിട്ട് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻറോൾ നമ്പർ എന്നുള്ളതാണ്. അഥവാ യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻറോൾ നമ്പർ തന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ID കാർഡ് മുഖേന. ആ ഒരു എൻറോൾ നമ്പർ ആണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, മൂന്നാമത്തത് നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നെയിം ഓഫ് ദി പ്രോഗ്രാം. ഈ നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളവർക്ക് പല സ്റ്റുഡൻസും തെറ്റിക്കാറുണ്ട്. അവിടെ അവർ ഒരിക്കലും തെറ്റാൻ പാടില്ല. പല സ്റ്റുഡൻസ് അവിടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, സോഷ്യൽ ഫോർമേഷൻ, ഇങ്ങനെ വ്യത്യസ്ത പേപ്പറിന്റെ പേരുകൾ എഴുതും. അതല്ല അവിടെ എഴുതേണ്ടത്. നെയിം ഓഫ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് BA ആണോ അല്ലെങ്കിൽ BCom ഏത് ഡിഗ്രി കോഴ്സാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ PG കോഴ്സ് ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് BA സോഷ്യോളജി 4 വർഷ പഠിതാക്കളാണെന്നുണ്ടെങ്കിൽ BA സോഷ്യോളജി എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളവർക്ക് BA സോഷ്യോളജി എന്നാണ് അവർ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ സെമസ്റ്റർ എന്ന് നാലാമത്തെ ഓപ്ഷന് സെമസ്റ്റർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഭാഗത്തായിട്ട് നിങ്ങൾ ഏത് സെമസ്റ്ററിലാണോ പഠിക്കുന്നത് ആ ഒരു സെമസ്റ്റർ എഴുതി കൊടുക്കുക. സെമസ്റ്റർ 1 എന്നാണെങ്കിൽ സെമസ്റ്റർ 1 എന്ന് എഴുതി കൊടുക്കുക. സെമസ്റ്റർ 2 എങ്ങനെയാണോ ഉള്ളത് നിങ്ങളുടെ സെമസ്റ്റർ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് കോഴ്സ് കോഡ് എന്നുള്ളൊരു പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെമസ്റ്ററിൻ്റെ താഴെ ഭാഗത്തായിട്ട്. അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്, ഉദാഹരണത്തിന് BS സോഷ്യോളജിയിൽപ്പെട്ട ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നതിൻ്റെ അസൈൻമെൻ്റ് ആണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാൻ സാധിക്കും കോഴ്സ് കോഡ് എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള PDF-ൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു കോഴ്സിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. ആ ഒരു കോഡാണ് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, BS സോഷ്യോളജി എടുത്ത സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒരു സബ്ജക്റ്റായ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി അതിൻ്റെ കോഴ്സ് കോഡാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ കോഴ്സ് ടൈറ്റിൽ എന്നുള്ളവർക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുമാണ് എഴുതി കൊടുക്കേണ്ടത്. ആദ്യം കോഴ്സ് കോഡ് കൊടുക്കുക. തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് ടൈറ്റിൽ ഏതാണെന്നുണ്ടെങ്കിൽ അതും പാടെ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. എന്നിട്ട് താഴെ ഭാഗത്ത് നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ടർ സെൻറ്റർ, നിങ്ങളുടെ LSC ഏതാണ് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലുള്ള അഡ്മിഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ മുണ്ടുപറമ്പ് കോളേജ് മലപ്പുറം ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ് കോളേജ് മുണ്ടുപറമ്പ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ PTM കോളേജ് പെരിന്തൽമണ്ണ എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. കോഴിക്കോട് ജില്ലയിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഫാറൂഖ് കോളേജ് JDT ഒക്കെ പോലെ ആയിരിക്കും അവിടെ LSC വരുന്നുണ്ടായിരിക്കുക. കണ്ണൂരാണെങ്കിൽ അവർക്ക് ബ്രണ്ണൻ കോളേജ്, കാസർഗോഡാണെങ്കിൽ ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്, അതേപോലെ ഗവൺമെൻറ് കോളേജ് കൽപ്പറ്റ, ഇങ്ങനെയൊക്കെയാണ് ഒരു LSC സെൻ്ററായിട്ട് നമ്മൾ വരുന്നത്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വിക്ടോറിയ കോളേജ് പാലക്കാട് വരുന്നുണ്ട്, പട്ടാമ്പി വരുന്ന ശ്രീനാരായണ കോളേജ് വരുന്നുണ്ട്, ഇങ്ങനെ മഹാരാജാസ് എറണാകുളം, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നിങ്ങൾ LSC ഏതാണോ ആ LSCയുടെ പൂർണ്ണമായിട്ടുള്ള പേര് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എഴുതി കൊടുക്കണം. ഈ നെയിം ഓഫ് ദി LSC സെൻറ്റർ എന്നുള്ളിടത്ത്, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ എന്നുള്ളിടത്ത്. ദെൻ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പേര് നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്, മലയാളത്തിലാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ മുകളിൽ കൊടുത്തിട്ടുള്ള അതേ ഭാഷയിൽ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ലിപിയിൽ നിങ്ങളവിടെ നിങ്ങളുടെ പേര് പൂർണ്ണമായിട്ട് എഴുതുക. ദെൻ നിങ്ങൾ എന്താണോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്, ഒരു ഫൈനലായിട്ട് നിങ്ങൾ ചെയ്യുന്നത്, ആ ഒരു സമയത്തുള്ള ഡേറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ദിവസത്തിലുള്ള ഡേറ്റും അവിടെ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫ്രണ്ട് പേജിൽ നമുക്ക് ചെയ്യാനുള്ളത്, സ്റ്റുഡൻറ്റിന് ചെയ്യാനുള്ളത്. താഴെ ഭാഗത്ത് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളല്ല ചെയ്യേണ്ടത്,
നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ആരാണോ നമ്മുടെ പേപ്പർ നോക്കുന്നത്, ആ ഇവാലുവേഷൻ ചെയ്യുന്ന LSE സെന്റർ, അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അസൈൻമെന്റ് നോക്കുന്നത്. അപ്പോൾ അവരായിരിക്കും ഇവിടെ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ അസൈൻമെന്റിന് ടോട്ടൽ 15 മാർക്കാണ് വരുന്നത്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്കാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ്, കണ്ടന്റ്സ്, അതിന് 6 മാർക്ക് വീതമാണ് അതിനുള്ളത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ മെയിൻ പാരഗ്രാഫാണ് വരിക അല്ലേ. അപ്പോൾ വ്യത്യസ്ത അവർ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ അവിടെ ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 6 മാർക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്തിന് കിട്ടുന്നത്. പിന്നെ ഓവറോൾ ക്ലാരിറ്റി, സ്റ്റൈൽ, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ, അഥവാ സ്റ്റുഡൻസ് ആദ്യം ഇൻട്രൊഡക്ഷൻ വെച്ചു, പിന്നെ പ്രധാനപ്പെട്ട മെയിൻ കണ്ടന്റ് വെച്ചു, ദെൻ കൺക്ലൂഷന്, ബിബിലിയോഗ്രഫി ഓർ റെഫറൻസ്, ഇങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, 3 മാർക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാതെ നോക്കുക. 15 മാർക്കിന്റെ മാക്സിമം നിങ്ങൾ അസൈൻമെന്റിന് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ 2 മാർക്ക് വീതം കൺക്ലൂഷൻ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ചുരുങ്ങിയ വേർഡിലായിട്ട് അവസാനത്തെ ആ ഒരു ഭാഗത്ത് കൺക്ലൂഷൻ നിങ്ങൾ നല്ല രൂപത്തിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക് വീതം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റഫറൻസിന്റെ ഭാഗത്ത് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക് വീതം തരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ബിബിലിയോഗ്രഫി ഓർ റഫറൻസ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 2 പാടെ നിങ്ങൾ എന്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഏതെങ്കിലും ഒന്നൊരു ഹെഡിങ് ഇട്ടിട്ട് അതിന്റെ ഭാഗത്ത് ആ ഒരു റഫറൻസ് നിങ്ങൾ എഴുതാം. ഈ റഫറൻസ് എഴുതുന്ന സമയത്ത് പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. പല സ്റ്റുഡൻസും പല LSEയിൽ നിന്നും പരാതി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റഫറൻസ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് അടിസ്ഥാനമായിട്ടാണ് നിങ്ങൾ ഒരു കോട്ട് എടുത്തിട്ടില്ലെങ്കിൽ, ഒരു വിഷയം സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു പോയിന്റ് എഴുതിയിട്ടുള്ളതെങ്കിൽ റഫറൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഏത് ബുക്കാണോ ആ ബുക്കിന്റെ പേര് എഴുതണം. അതോടൊപ്പം ആ ബുക്ക് എഴുതിയ ഓഥർ ഉണ്ടാവും, ബുക്ക് എഴുതിയ ആള്, അയാളുടെ പേര് എഴുതണം. അതുപോലെ തന്നെ ആ ബുക്ക് എവിടെ വെച്ചിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ആ ഒരു പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ഥലം പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഏത് വർഷമാണ് ആ ഒരു, നിങ്ങൾക്ക് ഡേറ്റ് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് യൂണിവേഴ്സിറ്റി പറയുന്നത് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ഏതാണ്, അതുമ്പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ്. ഇപ്പോൾ 2023, 2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റഫറൻസ് എന്നുള്ള ഭാഗത്ത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജേണൽസ്, അതേപോലെ ChatGPT ഒക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ, അത് അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രോംപ്റ്റ് കൊടുക്കുന്നത് അനുസരിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ISBN നമ്പർ, ഇപ്പം ജേണലിലൊക്കെ മാഗസിനിലൊക്കെ പബ്ലിഷ് ചെയ്ത് വന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ISBN നമ്പറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് തെറ്റാതെ അവിടെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഒരു അസൈൻമെന്റ് വൃത്തിയായിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഫ്രണ്ട് പേജിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് 1 ആണ്. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എഴുതുന്ന ഭാഗത്താണ് ഇങ്ങനെ വരുന്നത്. ഇതിന്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് സെറ്റ് 2 പ്രിന്റ് ചെയ്യാനുള്ള ഒരു A4 പാട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസൈൻമെന്റ് സബ്മിഷൻ ഫോം 2. ഫോം 1 ആയിരുന്നു നേരത്തെ പരിചയപ്പെട്ടത്. ഇവിടെ ഫോം 2 എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ അസൈൻമെന്റ് അല്ലെ, അനലിറ്റിക്കൽ മെത്തേഡിൽ എഴുതുന്നതിനാണ് ഫോം 2 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതുക. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, എൻറോൾ നമ്പർ കറക്റ്റ് കൊടുക്കുക. നെയിം ഓഫ് ദി പ്രോഗ്രാം ഏതാണോ അത് മുകളിലുള്ളതും താഴെ ഭാഗത്തുള്ളതും വളരെ കറക്റ്റ് ആയിരിക്കും. ഇത് മാറ്റം ഉണ്ടായിരിക്കില്ല ഒരു സബ്ജക്റ്റിനാണെന്നുണ്ടെങ്കിൽ. അതിന് സെറ്റ് 1, സെറ്റ് 2 അങ്ങനെ ഇരുന്ന സമയത്ത് വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തെറ്റാതെ അവിടെ എഴുതി കൊടുക്കുക. പറയപ്പെട്ടതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സൈന്, സിഗ്നേച്ചർ കാര്യങ്ങൾ കൊടുക്കുക, ഡേറ്റ് എഴുതി കൊടുക്കുക. ദെൻ LSE കൊടുക്കണം, കോഴ്സ് ടൈറ്റിൽ കൊടുക്കണം, കോഴ്സ് കോഡും കൊടുക്കണം. വൃത്തിയായിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി കൊടുക്കുക. അപ്പൊ ഇത്രയാണ് ഒരു അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പേജിൽ വെക്കേണ്ട പേജിൽ വരുന്നത്. അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് സെക്കൻഡ് പേജ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് പേജ് നമ്മൾ അതുപോലെ തന്നെ വൃത്തിയായിട്ട് എഴുതേണ്ടതുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ വീണ്ടും ഇവിടെ ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളൊരു പ്രിന്റ് എടുത്തിട്ട്, ഈ ഒരു ഫോം പ്രിന്റ് എടുത്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു A4 സാധാരണ ഒരു A4 മാർജിനൊക്കെ വരച്ചിട്ട് അസൈൻമെന്റ് മുകളിൽ എഴുതി കൊടുക്കുക. അത് ഈ A4 നിങ്ങൾ കാണുന്നത് പോലെ അസൈൻമെന്റ് എഴുതി കൊടുക്കുക. ഏത് അസൈൻമെന്റ് ആണെങ്കിൽ അതിന്റെ പേര് കൊടുക്കുക. അനലിറ്റിക്കൽ എന്നാണെങ്കിൽ അനലിറ്റിക്കൽ എഴുതി കൊടുക്കുക. ഡിസ്ക്രിപ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അസൈൻമെന്റിൽ നിന്നുള്ള താഴെ ഭാഗത്ത് എഴുതി കൊടുക്കുക. ദെൻ ടോപ്പിക്, നിങ്ങൾ ഈ ടോപ്പിക് എന്നുള്ളിടത്ത് നിങ്ങൾ സെലക്ട് എഴുതേണ്ടത് ഏത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്.
നമ്മൾ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ടോപ്പിക് എന്നതിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ 1 എന്ന് എഴുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എഴുതുക, അങ്ങനെ തന്നെ എഴുതുക. അല്ലെങ്കിൽ ഹിൻസ് എന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക് എന്നുള്ള ഭാഗത്ത് എഴുതുക. ദെൻ താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ നെയിം എഴുതാനുണ്ട്, എൻറോൾ നമ്പർ എഴുതാനുണ്ട്. റോൾ നമ്പർ എന്നുള്ള ഭാഗത്ത് തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എൻറോൾ നമ്പർ എഴുതി കൊടുക്കുക. അതേപോലെ പ്രോഗ്രാം ഏതാണെങ്കിൽ അത് BA അറബി, ഇംഗ്ലീഷ്, സോഷ്യോളജി, BCom, BBA ഏതാണോ നിങ്ങളുടെ പ്രോഗ്രാം വരുന്നത് അത് നിങ്ങൾ വ്യക്തമായിട്ട് അവിടെ എഴുതി കൊടുക്കുക. താഴെ ഭാഗത്ത് കോഴ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഏത് കോഴ്സ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണെങ്കിൽ അങ്ങനെ ഉദാഹരണം പറഞ്ഞതുപോലെ അങ്ങനെ നിങ്ങൾ എഴുതുക. ആ കോഴ്സിൻ്റെ കോഡ് ഏതാണെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ പാടെ കൊടുക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. LSEയുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു മൊബൈൽ നമ്പറും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് 1ൻ്റെ ഇതേപോലെ തന്നെ സെറ്റ് 2ൻ്റെത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അനലിറ്റിക്കൽ എഴുതുന്ന സമയത്ത് അസൈൻമെൻറ്റ്, അനലിറ്റിക്കൽ ടോപ്പിക് ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുക, നെയിം, എൻറോൾ നമ്പർ കാര്യങ്ങൾ എഴുതി കൊടുക്കുക, മൊബൈൽ നമ്പർ അവസാനം എഴുതി കൊടുക്കുക. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു 2 PDF-ൻ്റെയും ടോട്ടൽ 4 പേജ് അടങ്ങുന്ന PDF നമ്മുടെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കൊടുത്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവിലേക്കാണ് പോവുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്തായിരിക്കും നമ്മുടെ ഗ്രൂപ്പുകളിലും വ്യത്യസ്ത സ്റ്റുഡൻസിനോടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മുടെ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവ് ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഫയൽ വന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അസൈൻമെൻറ്റ് എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.